ഞാനിപ്പോ ഇത് ഒരു മരുന്ന് ശുദ്ധി ചെയ്ത് കൊണ്ടുവരാണ്. അതിനകത്ത് ദോഷവശങ്ങൾ മാറുകയാണ്, അമൃതമായിട്ട് മാറും. സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനകത്ത് ശരീരത്തെ ക്ഷീണം കംപ്ലീറ്റ് ചെയ്യും. ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ വാദം ഉൾപ്പെടെ ഉള്ളതിനെല്ലാം മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തം പുതിയതാകുക. അതെ, പുതിയതാകുമ്പോൾ അതിനകത്ത് ദൂഷ്യങ്ങൾ മാറും. ദൂഷ്യങ്ങൾ മാറി നല്ല രക്തമായിട്ട് മാറുന്ന ഒരു പരിപാടിയാണ്. ബേസ് ആയിട്ട് എല്ലാത്തിനും ചേർക്കുന്ന ഒരു മരുന്നാണ് കുങ്കുമം. ഉണ്ടാ നീറ്റി എടുത്ത കുങ്കുമം. ഡോക്ടറെ, ഇതിപ്പോഴേ ഇതെന്താ സംഭവം? എന്താണിത്? കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇത് മരുന്നുകളാണ്. മരുന്നുകൾ ഞാൻ ഇപ്പോൾ ഇത് കഷായത്തിലൊക്കെ ഇട്ട് എല്ലാം ആവർത്തിച്ച് ഉണക്കി വന്നിരിക്കുന്നതാണ്. ഇതിപ്പോ എത്ര പ്രാവശ്യം ഇതല്ല കഷായം? അല്ല, ഇതാണ് ഇലച്ചാറാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സാധനമാണ് കയറുന്നതിന്. അങ്ങനെ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 പ്രാവശ്യം. ഇതിപ്പോ എത്ര പ്രാവശ്യം ആയിപ്പോ? ഇതിപ്പോ 5 കഴിഞ്ഞിട്ടിരിക്കുക. 5 ഇലച്ചാറാകുന്നത്. ഇത് നോക്കിയത് കണ്ട, ഇത് നോക്കി അറിയാൻ പറ്റും. നമ്മൾ പല പച്ചമരുന്നുകളുടെ കൂട്ട് പല പ്രാവശ്യം ഇതേപോലെ പല ലിക്വിഡ് കഷായം കൊണ്ട് നാരങ്ങാൻ തരുന്ന പല സാധനങ്ങൾ ചേർന്ന് വീണ്ടും ഉണക്കി അങ്ങനെ വീണ്ടും ഉണക്കി വന്ന സാധനമാണല്ലേ. ഇതിനി ഭസ്മമാവും. ഭസ്മമായിട്ട് പിന്നീട് അതിനെ തീച്ചൂളക്കകത്ത് ഇട്ട് അതിന്റെ 8 മണിക്കൂർ ഇട്ട് സ്ഫുടം ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അത് സിന്ദൂരാവും. ഇതിനകത്തൊന്ന് വരല് തൊട്ട് നോക്കി. തണുപ്പാണല്ലോ. എന്നിട്ട് ഇനി ഇതിലൊന്ന് തൊട്ട് നോക്കി. അയ്യോ, ചൂട്! ഇതെന്താ ഇവിടെ തണുപ്പ്, ഇവിടെ നല്ല ചൂടല്ലേ? അതാണ് ഈ പ്രോസസ്സിങ്. ഇതിനകത്ത് ഓരോ മരുന്നും ചേരുമ്പോൾ ഓരോ കെമിക്കൽ റിയാക്ഷൻ ആക്ച്വലി ഇതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നാച്ചുറൽ ആയിട്ട് ഹെർബലിന്റെ കെമിക്കൽ റിയാക്ഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെയാണ് അത് അരച്ചു വരുന്നത് അല്ലേ? അതെ. ഇനി നമ്മൾ ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണങ്ങും. പക്കയായിട്ട് ഉണങ്ങി കംപ്ലീറ്റ് ജലാംശം പോയിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെയും കളർ മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് ചാറൊഴിക്കും, വീണ്ടും ഉണക്കും. ഇതിങ്ങനെ പ്രോസസ് അതാണ് 7 പ്രാവശ്യം പ്രോസസ്സിംഗ്. ഉണക്കി അവസാനം നമ്മൾ നെറ്റിയെ തുടർന്ന് ഭസ്മത്തിന്റെ ലെവൽ. അപ്പോൾ നമ്മൾ ആദ്യം കനലിൽ സെറ്റ് ചെയ്യാൻ വേണം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കും ഡോക്ടർ എന്തോ സാധനം കുപ്പി എന്നൊക്കെ പറഞ്ഞില്ല, എന്താ സംഭവം? എന്താണത്? അത് ഇവിടെ ഇരിപ്പുണ്ട്, അതെന്താ കാണിച്ചേ? ഇതാണ് കുപ്പി അല്ലേ? ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്താണല്ലേ? അതെ. ഓ, ഈ കനലിൽ കിടക്കണമല്ലോ അല്ലേ? കനലിൽ കിടക്കണോ, അകത്ത് തീ പടരാൻ പാടില്ല. അപ്പൊ ഇതിനകത്തേക്ക് മരുന്നിടും. ഫോൺ ഇല്ല. ഇതാണ് ഡോക്ടർ പറഞ്ഞ കുപ്പി അല്ലേ? അതെ. ഇതാണ് തീക്കകത്ത് ഇറക്കി വെക്കണത്. അതെ. ചില ദ്രവ്യങ്ങൾക്ക് ഇരുമ്പ് കൊണ്ട് വേണം, മറ്റു ചിലതിന് മണ്ണുകൊണ്ട് വേണം. അങ്ങനെ ഉണ്ട്. ഡോക്ടറെ, ഇതാണ് ആ സാധനം അല്ലേ? അതെ. ഓ, ഇത് കണ്ടോ, നോക്കിയേ. ഇതാണ് സിന്ദൂരമായി മാറാൻ പോകുന്നത്. അതായത് നമ്മുടെ രക്തശുദ്ധി വരുന്ന കുങ്കുമം ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലേ. ഈ സാധനമാണ് നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഡോക്ടർ ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കുപ്പി എന്ന് പറയാം അല്ലേ? ഇരുമ്പിൽ നിർമ്മിച്ച കുപ്പിയിലോട്ടാണ് ഇതിനെ ആഡ് ചെയ്യണം. ഇനി എന്താ ഡോക്ടർ പരിപാടി? കത്തിക്കണം അല്ലേ? യെസ്. ഇനി നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം ഈ കനലിൽ കിടന്നാണ് നമ്മൾ ആ വെള്ളമായി കണ്ട ഭസ്മം നിറം മാറി വേറൊരു കളറാവും. അത് നിങ്ങൾ കാണേണ്ട സംഭവമാണ്. അത് നമുക്ക് കത്തിക്കാം. ആണോ? ഏകദേശം ഒരു 4 മണിക്കൂർ അല്ലേ? ഒരു 4 മണിക്കൂർ സമയം എടുക്കും ഈ സാധനം നീറി ആ കുങ്കുമമായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ വിപണി കിട്ടുന്ന കുങ്കുമം എന്ന് പറയുന്നത് അത് നമുക്ക് കെമിക്കലാണല്ലോ ആക്ച്വലി. ഇത് കഴിക്കുന്ന കുങ്കുമമാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ചാണാനൊക്കെ എടുത്ത് മെഴുകിയാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. ഈ ചാണകം ചൂട് പിടിച്ച് നിർത്തുക ഭയങ്കരമായിട്ടല്ലേ? ചൂട് പിടിച്ച് നിർത്തുക പെട്ടെന്ന് ഈ മണ്ണും ചാണകവും കൂടെ ചാകുമ്പോൾ അത് കത്തിപ്പോകത്തില്ല. അതുപോലെ ഇരുത്തത്തുമില്ല. ഇതിനകത്തോട്ടെ അകത്ത് ഒരു മുറി പോലെ അത് ആവരണം ചെയ്യും അല്ലേ? രൂപപ്പെട്ടിട്ട് മണ്ടയ്ക്ക് ആ കോട്ടിങ് മാത്രം നിൽക്കും. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യാനല്ലേ? അതെ. അപ്പോൾ കണ്ടല്ല, ഏകദേശം ഇപ്പം സമയം നോക്കിയാൽ ലൈറ്റ് നോക്കിയാൽ നമ്മൾ നമ്മുടെ കുഴിത്തൈലത്തിന് എടുത്തേക്കാളും കൂടുതൽ സമയം എടുത്തല്ലേ? നോക്കിയാൽ ഫുള്ള് കാലാവസ്ഥയും ഫുള്ള് മാറി. നമ്മൾ വൈറ്റ് പൊടിയാണ് കേട്ടോ അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടത്. ആ സാധനം ഇപ്പോൾ ഏത് നിറമായെന്ന് നമുക്ക് ആ വെട്ടത്തിൽ മാറ്റി നോക്കാം. നമുക്ക് ബാ. യെസ്, കണ്ട നല്ല റെഡ്. ഇതുണ്ടോ നോക്കിയേ, നല്ല പ്യൂവർ റെഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ പറയുന്ന രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി അരയ്ക്കണം. ഇത് അരയ്ക്കും അല്ലേ? ഇനി അരച്ചിട്ട് തേനിനകത്ത് ഞാൻ കഴിച്ച് കാണിക്കും. തേൻ്റെ ചാലി അല്ലേ? ഇപ്പം കാണിച്ചില്ലേ? ഇതിപ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ കൊടുക്കണം? എന്തിനാ? അത് രക്തം വർദ്ധിക്കും. രക്തം വർദ്ധിക്കും അല്ലേ? രക്തം ശുദ്ധിയാവും. അത് ആർക്കും കഴിക്കാം.
ആർക്കും കഴിക്കാം. ആർക്കും കഴിക്കാം അല്ലേ? അപ്പൊ ഇതൊരു മെഡിസിൻ അപ്പുറം ഇതൊരു നമ്മുടെ റെഗുലർലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഇതിനല്ലേ, റെഗുലറായിട്ട് കഴിക്കുന്നതിനും കുഴപ്പമില്ല സാധനമാണ്. ആക്കുന്നിട്ട് ഇതാണ് അളവ്, ഇത്രേ ഉള്ളൂ അല്ലേ? അത്രയും കൊടുത്താൽ മതി കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ഒരു ചെറിയൊരു ഇതല്ലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതാണ് കേട്ടാ. ഇതാണ് നമ്മളെ കുങ്കുമം, അതായത് നീറ്റിയെടുത്ത കുങ്കുമം. ഉണ്ടാ, നീറ്റിയെടുത്ത കുങ്കുമം. നെല്ലിക്ക കടിച്ചു കഴിഞ്ഞിട്ടുള്ള ഫീൽ ഇല്ലേ? നെല്ലിക്ക അടിച്ചു കഴിഞ്ഞ് നമ്മൾ ചവർപ്പും പിന്നെ ഒരു മധുരവും ഫീൽ ചെയ്തില്ലേ? ആ ഒരു ഫീലാ. അതെന്താണെന്നറിയാം, അയണാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ഓ യെസ്, അതാണ് ആ ഒരു ഫീല് വന്നല്ലേ? സംഭവം അടിപൊളി സാധനമാണ്. ഇത് രക്തശുദ്ധിയാകാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ശരീരത്തിന് തന്നെ മാറ്റം നമുക്ക് മനസ്സിലാവും. ഒരു 5 മിനിറ്റ് അതിന്റെ ഒരു ഫീൽ വരും അല്ലേ? ഉണ്ടാവും. അത് തന്നെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ചവർപ്പിന്റെ ഒരു ഫീലാണുള്ളത്. അപ്പൊ ഈ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇതല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഡോക്ടർ സമീപിക്കാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ കാണിക്കാം. ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ പറഞ്ഞ പെയിൻ റിലാക്സേഷനുള്ള അടിപൊളി ഒരു മരുന്നായിരുന്നു നമ്മുടെ കുഴിത്തൈലം അല്ലേ? ആ കുഴിത്തൈലം കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള മെഡിസിൻ ഡോക്ടർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇപ്പം നമ്മൾ കണ്ട ഈ കുങ്കുമം, അതായത് നീറ്റ് കുങ്കുമം. അതും ഇതുപോലെ ഒരുപാട് രക്തശുദ്ധികളാണ്. ഇതൊക്കെ എവിടെയാണെന്ന് അറിയാമോ? ആലപ്പുഴയിലാണ്. നമ്മുടെ ഹോസ്പിറ്റൽ കറക്റ്റ് സ്പേസ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തത് പ്രേക്ഷകർക്ക്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ കിഴക്കുവശം, സൗത്ത് പോലീസ് സ്റ്റേഷന്റെ കിഴക്കുവശം ഹലായസ് ഹോട്ടലിന്റെയും കിഴക്കുവശത്തായിട്ട് കൊയർഫെഡിന്റെ ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ചക്കാലയിൽ ആയുർവേദ എന്ന് മർമ്മ ചികിത്സാ സെന്റർ. നമ്പർ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാലും നിങ്ങൾ കൃത്യ സ്ഥലം പറഞ്ഞുതരും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. രാത്രിയായിപ്പോയി, കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ സമയമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. നന്ദി, നമസ്കാരം.